മെയ് 25-ന് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചുമതലയേൽക്കുന്ന അതേ വേദിയിൽ വെച്ച് തന്നെ തന്റെ ആവശ്യങ്ങളടങ്ങുന്ന കുറിപ്പ് VS യെച്ചൂരിക്ക് കൈമാറിയതോടെ വിവാദങ്ങൾക്കും തുടക്കമായി. VSനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കി പാർട്ടി പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിലും നിയമസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെതിരായ ആയുധമായി അത് മാറി. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനമെന്ന പതിവ് ഒഴിവാക്കി മുഖ്യമന്ത്രി പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ ആക്രമിച്ച സംഭവത്തിലെ പ്രതികരണം മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പമാണ് വായിക്കപ്പെട്ടത്. തല്ലാൻ വേണ്ടിയും തല്ലുകൊള്ളാൻ വേണ്ടിയും ആരും അങ്ങോട്ട് പോകണ്ട. ലോട്ടറി രാജാവിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവ് MK ദാമോദരൻ ഹാജരായതും മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചതും വിവാദമായി. MK ദാമോദരൻ മുഖ്യമന്ത്രിയുടെ ഉപദേശകനായിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം പറ്റിക്കൊണ്ടല്ല. ഏതെങ്കിലും കേസ് എടുക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള നിരോധനവുമില്ല. പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് MK ദാമോദരനെ ഒഴിവാക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക്. സാമ്പത്തിക ഉപദേഷ്ടാവായി IMF ബന്ധമുള്ള ഗീതാ ഗോപിനാഥ് വന്നതും ചർച്ചയായി. വകുപ്പിന്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കലും വാർത്താ സമ്മേളനവുമായി വാർത്തകളിൽ സജീവമായിരുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരിക്ക് ഒടുവിൽ ജന്മദിനാഘോഷ വിവാദത്തിൽപ്പെട്ട് സ്ഥാനചലനമുണ്ടായതും ശ്രദ്ധിക്കപ്പെട്ടു. TP സെൻകുമാറിനെ മാറ്റി ലോക്നാഥ് ബെഹ്റയെ DGP ആക്കിയതും പ്രതിപക്ഷം ആയുധമാക്കി. ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയെക്കുറിച്ച EP ജയരാജന്റെ പ്രതികരണമായിരുന്നു മന്ത്രിമാർ അകപ്പെട്ട പ്രധാന വിവാദം. അഞ്ജു ബോബി ജോർജിനോട് മോശമായി പെരുമാറിയെന്ന വാർത്തയും മന്ത്രി ജയരാജനെതിരെ വന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നത് സംബന്ധിച്ച പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ആദ്യ ഡൽഹി യാത്രയിലെ പ്രധാന വാർത്തയായിരുന്നു. ആ ഡാം വേണ്ടത്ര ബലപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് അത് പരിശോധിച്ച വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജോലി സമയത്ത് ഓണാഘോഷം പാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം ജോലി സമയം പൂവിടാൻ വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റില്ല. സർക്കാർ പരിപാടികളിൽ നിലവിളക്ക് കത്തിക്കുന്നത് ഒഴിവാക്കണമെന്ന G സുധാകരന്റെ പ്രസ്താവന. നിലവിളക്ക് കൊളുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്. കാരണം ഒരു വിളക്കും കൊളുത്തേണ്ട കാര്യമില്ല ഗവൺമെന്റ് പരിപാടിയിൽ. എന്നിങ്ങനെ പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ 100 ദിനങ്ങൾ വിവാദങ്ങളിലേത് കൂടിയായിരുന്നു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.